ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനിട്ട വീഡിയോ കുറേ പേര് എനിക്ക് തോന്നുന്നു സ്കിപ്പ് അടിച്ചാൽ കണ്ടത്. അത് ഞാൻ കുറ്റം പറയത്തില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി മിനിറ്റ് ഞാൻ സംസാരിച്ചില്ലേ, ചിലപ്പോൾ ആർക്കും കേൾക്കാൻ തോന്നി കാണത്തില്ല. കാരണം കമൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഞങ്ങൾക്ക് വന്ന ആ ഫോൺ കോളിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലാരും അങ്ങനെ വേറെ ആർക്കും എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അനുഭവം വരൽ ഒരു മുൻകരുതലിന് വേണ്ടിയാണ് ഞാൻ അതിൽ പറഞ്ഞത് കേട്ടോ. അത് ചിലരൊന്നും കേട്ടിട്ടില്ല. കേട്ടെങ്കിൽ അവർ കമൻറ്റിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുമായിരുന്നു. ചുരുക്കം ചിലരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾ സ്കിപ്പ് അടിച്ച് പോകുന്നതും ഫുള്ള് കാണുന്ന ആരുടെയും കുറ്റമല്ല. ചിലർക്ക് സംസാരിച്ച് പോകുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് അത് മൊത്തം കേൾക്കും. അപ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കും. വീഡിയോ കുക്കിംഗ് ആണെങ്കിലും അപ്പം ഞാൻ കുറ്റം പറയാമല്ല കേട്ടോ. കാരണം ഞാനാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരെണ്ണമാണെങ്കിൽ ഞാൻ സ്കിപ്പ് അടിച്ച് പോകത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ പിടിച്ചിരുത്തി നിങ്ങൾ 1ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളതൊന്നും ഞാനും പറയത്തില്ല. അപ്പം എന്നോട് ഒരു കമൻറ്റ് വന്ന്, നോൺ വെജ് അല്ല വെജാ തോരനും ഇങ്ങനെയുള്ള കറികളൊക്കെ കാണാനാ വീഡിയോ കാണുന്നത്. കുറേ പേരുണ്ട് നോൺ വെജ് കഴിക്കാത്തവർ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിക്കും. നമ്മൾ ഈ മീനൊക്കെ വെട്ടി ഇങ്ങനെ കഴിയാക്കി എടുക്കുമ്പോൾ പാവം അവർക്കൊക്കെ ഭയങ്കര അന്നേരം ഒരു സ്കിപ്പ് അടിക്കുമായിരിക്കും ഇല്ലേ. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലേ. ചില ചാനലുകൾ എൻ്റെ ഈ പിള്ളേരിരുന്ന് കാണുമ്പം ഞാൻ ചെന്ന് നോക്കുമ്പം അത് കാണുമ്പോൾ എനിക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ പറയുന്നതൊന്നും കാണരുതെന്ന്. ഈ ചൈനക്കാരുടെയും അവരുടെയൊക്കെ ഈ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കാണുമ്പോഴേ. പിന്നെന്താ, പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വിഷമിച്ചു. അപ്പോൾ ഓമനാൻറ്റി ചോദിച്ച് പോലീസ് ഓഫീസർ അല്ലല്ലോ. അല്ല ആൻറ്റി, പോലീസ് ഓഫീസർ അല്ല. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് റീച്ചാൻ അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം ഞാനതിലൊന്ന് ആഡ് ചെയ്യാം. വിജയകുമാർ എന്ന പേര്, പക്ഷെ അത് ഇട്ടേക്കുന്നത് വേറെ ആരുടെയോ ഐഡിയ. കണ്ടിട്ടൊരു നല്ലൊരു പോലീസ് ഓഫീസറുടെ ഗെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ സംഭവങ്ങൾ. ഇനിയും മുന്നോട്ട് പോകുന്തോറും നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഹിസ്റ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ ഫോണുകൾ വരെ ചോർത്തിയെടുത്ത് അവർ എല്ലാം ചോർത്തിയെടുക്കും, സംസാരങ്ങൾ വരെ. എങ്ങനെ കാലം ഇനി അധികം ഇല്ല, ലോകം തീരാറൊക്കെ ആയി. അതിന് മുമ്പിട്ട് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടൊക്കെ കഴിയും. എൻ്റെ കൂടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാനങ്ങ് എല്ലാം 100% ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. ഒത്തിരി എൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പം മാർക്കറ്റിൽ പോയതൊക്കെ കാണണം. എല്ലാവരും പറഞ്ഞാൽ ചേച്ചി ഓക്കെ ആയെന്ന് തോന്നുന്നെന്ന്. എനിക്ക് ഒത്തിരി നാളായി മാർക്കറ്റിൽ പോയിട്ടെന്ന് വെച്ചാൽ ഒത്തിരി നാളായി. എനിക്ക് അർജൻറ്റൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോയിട്ട് വന്നു. പിന്നെ നമ്മുടെ ശ്രീദേവി കുമ്പിളി ഒരു ചാനലുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ജോമാസ് വേൾഡ് പോയി കാണണമെന്ന്. ചിലരൊക്കെ പോയി കണ്ട്. അതുപോലെ ശ്രീദേവി കുമ്പിളി ചാനലും പോയിന്ന് കാണണേ. നല്ല ഒരു ചേച്ചിന്ന് വേണേൽ പറയാം. അപ്പോൾ എന്നോട് പറയുക, വിജിക്കുട്ടിയുടെ മുഖം വല്ലാതിരിക്കുന്നത്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എത്ര പേരുടെ പ്രാർത്ഥന നമുക്കുണ്ട്. ഒന്ന് പോയി കാണാം എല്ലാവരും. എല്ലാവരും മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്കെല്ലാം മോണിറ്റൈസേഷൻ കിട്ടട്ടെ. കാരണം ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നതെന്ന്. പിന്നെ എനിക്കെന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആയെന്ന് പറയാം. ഇപ്പം മാസാമാസം എനിക്ക് കിട്ടിയില്ലെങ്കിലും 2 മാസം കൂടുമ്പോഴേലും കിട്ടുമെന്നറിയാം. പക്ഷേ ഇവരൊക്കെ എന്ന് കിട്ടുമെന്നും പറഞ്ഞ പാവങ്ങൾ നോക്കിയിരിക്കുന്നത്. കിട്ടിയെന്ന് പണ്ടൊക്കെ ഇത്രയും റൂളൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്നാവുമായിരുന്നു. അന്നൊന്നും ഇത്രയും ചാനലുകളില്ലല്ലോ. ഇതിപ്പോൾ ഒരു വീട്ടിൽ 2-3 ചാനലുകളുണ്ട്. എല്ലാവരും ദൂരെ ഇതല്ലേ. അതിൽ ലക്കുള്ളവരുടെ പെട്ടെന്ന് ക്ലിക്കാവും, അല്ലാത്തവരുടെ അങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോയും ഒരു കുഞ്ഞു വീഡിയോയാണ്. നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക.
അതുകൊണ്ട് ഇതുപോലെയാണ് ഫോൺ വന്നത്. ഞാനത് സ്കാൻ ചെയ്ത് റീചാൻ അയച്ചു കൊടുത്തതാണ്, വാട്സപ്പിൽ ഇങ്ങനെ വന്നേന്നുള്ളത്. അതുകൊണ്ട് നല്ലൊരു പോലീസ് ഓഫീസറുടെ യൂണിഫോമൊക്കെ ഇട്ട് ആര് പറയും ഇതൊക്കെ കളിപ്പീരാന്ന് കണ്ട. സത്യം പറഞ്ഞാൽ ഇനി ആദ്യം ഈ ഫോട്ടോ കണ്ടിട്ട് യഥാർത്ഥ പോലും അത്ര ഭവ്യതയോടുകൂടിയാണ് ഞാൻ പുള്ളിയോട് സംസാരിച്ചത്. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് അന്ന് പോൾമോൻ ഉണ്ടാക്കിയില്ലേ, കൊത്ത് ചപ്പാത്തി. അതുപോലെ ഞാനിന്ന് ചപ്പാത്തി എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അതുകൊണ്ട് ബ്രെഡൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയാണ് നമ്മുടെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി ആയിരുന്നു. പിള്ളേർക്ക് ഒരു സ്പൂൺ കണ്ട് പ്രൈസമ്മോന് കൊടുത്തുള്ളത്, അതുകൊണ്ട് അന്ന് തൊട്ട് പ്രൈസമ്മ പുറകെ കിടക്കും, മമ്മി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ വലിയ ഉരുളി വെച്ചത്, നമുക്കതൊന്ന് മിക്സ് ചെയ്യാനൊക്കെ ഇത്തിരി വലിയ പാത്രം വേണം, അതുകൊണ്ട് ഈ വലിയ ഉരുളി എടുത്തത്. അപ്പം ഞാൻ ഓയിലൊഴിച്ച് സവാള ഇട്ടു. പിന്നെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കവും ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാപ്സിക്കത്തിലെ അരിയൊക്കെ എടുത്ത് കളഞ്ഞു, കാരണം ഈ സ്റ്റോൺ ഉള്ളതുകൊണ്ട് അരി ഐറ്റംസ് ഒന്നും ഉള്ളതെന്നും ഇങ്ങനെ ഉപയോഗിക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് കുറച്ചൊന്ന് വഴറ്റുന്നുണ്ട്, ഒത്തിരി അങ്ങ് വഴറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾ ഉപയോഗിക്കുമോ അതൊക്കെ ഉപയോഗിക്കാം. ബീൻസ്, കാബേജ്, അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം പിള്ളേർ ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ഉടനെ വെജിറ്റബിൾസ് കഴിക്കാത്തവരൊക്കെ ഇതിലൊക്കെ അങ്ങ് ഇടുമ്പം ചിലപ്പം കഴിക്കും. പല പിള്ളേരും പല രീതിയാണ്. ഇവിടെ മാഗിക്കകത്തിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കത്തില്ല. അല്ല നമ്മളത് വെച്ച് എല്ലാം പാവ് ഭാജി ഉണ്ടാക്കുമോ, ഇതൊക്കെ ആകുമ്പോൾ അങ്ങ് ഇത്തിരി ഒന്ന് കുഴഞ്ഞ് ആവുമല്ലേ. ഇതിലേക്ക് ഞാൻ 2 ടൊമാറ്റോയൂടെ ചേർത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം ഒന്ന് വാടി ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊന്ന് വഴന്ന് വരും. ഒന്ന് ഒതുക്കി ഇങ്ങനെ ഒന്ന് അടച്ചിട്ട് കൊടുക്കട്ടെ. ഈ പാത്രം ഉള്ളത് കൊണ്ട് നല്ലതാണ് എനിക്ക്, അച്ചാറിൻ്റെ ഉരുളിയാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും കിട്ടും. ഞങ്ങൾ 5 പേർക്കാകുമ്പോൾ ഒരു ഇച്ചിരി വേണമല്ലേ. അപ്പം 5-6 ചപ്പാത്തി ഉണ്ടെങ്കിലൊന്നും ഒരു പ്രയോജനമില്ല. 5-6 ചപ്പാത്തി വെച്ച് ഒരു 2-3 പേർക്കൊക്കെ നന്നായി കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടി ഇങ്ങനെ ചെറിയ പീസാക്കി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ പോളിനൊക്കെ അതിൻ്റെ അകത്ത് ചപ്പാത്തി കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം, ബ്രെഡിനോട് അത്ര താല്പര്യമില്ല. കുറച്ച് ടൊമാറ്റോ ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ കുറച്ച് ഞാൻ പോൾമോൻ പറഞ്ഞു മമ്മി ഇച്ചിരി സെസ്വൺ ചട്നിയാണ്. ഞാൻ പറഞ്ഞു സെസ്വൺ ചട്നി അന്ന് നീ ഉണ്ടാക്കിയപ്പോഴേ തീർത്തില്ല. ഇവന്മാർ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സെസ്വൺ ചട്നിയൊക്കെ കൂട്ടിയാൽ കഴിക്കും. അങ്ങനെ അത് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് തീർക്കും ഇവന്മാർ. അപ്പം ഞാനിതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സ്വല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇച്ചിരിച്ചല്ല, മുളക് പൊടിയും ഒരു ഇച്ചിരി, അതെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് പച്ചമണം ഒന്ന് പോട്ടെ. ഇതെല്ലാം ഇങ്ങനെ വഴന്നതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ ചിക്കി, അല്ലെങ്കിൽ മുട്ട സെപ്പറേറ്റ് ചിക്കി ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്താലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഈ ബ്രെഡ് ചേർക്കാതെ കൊച്ചു ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ചപ്പാത്തി മാത്രം, കൊത്തു ചപ്പാത്തി മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ആയിട്ട് നന്നായിട്ട് ഇത് റെഡിയായിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ മുട്ടയും കൂടെ ചിക്കി ഇട്ടാൽ മതി. അപ്പം ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതും ചേർത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരിച്ചിരി മധുരത്തിൽ ഒരു സ്വല്പം ഇളം ഒരിത് ഇടുന്നത് നല്ലതാണ്. അന്നേരം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഈ മസാലകളുടെയൊക്കെ കുത്തലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും. അപ്പോൾ ഇത് ഇടാൻ നേരം മസാല എല്ലാം ഇച്ചിരി ഒന്ന് തിക്കായിട്ടിരുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ആ മസാല ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ബ്രെഡും ചപ്പാത്തിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഇങ്ങനെ 2 തവിയും കൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. നിങ്ങൾക്ക് തീ ഓഫ് ആക്കണമെങ്കിൽ അടിക്കെങ്ങാനും പിടിക്കുമെന്ന് തോന്നുമെങ്കിൽ തീ ഓഫ് ആക്കിയാലും സാരമില്ല. ഇത്തിരി നേരം അടച്ചിടുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും ഈ ബ്രെഡും ചപ്പാത്തിയൊക്കെ. എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതൊന്നെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡും ചപ്പാത്തിയും കൂടെ മിക്സ് ചെയ്ത് മസാല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേ, ഇഷ്ടപ്പെടും.
കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഞാനിത് കൊടുക്കട്ടെ എല്ലാവർക്കും. ഇവിടെ പിള്ളേർക്ക് രണ്ടിനും അത് കൊടുത്തിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസൻ സാധാരണ അങ്ങനെ രാവിലെ കഴിക്കുന്നതല്ല, ഇത് കണ്ടതുകൊണ്ട് അവനും ഇഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും പിന്നൊരു ദിവസം ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ആ വെജിറ്റബിൾസ് എല്ലാം അങ്ങ് ചെന്നോളുമല്ല വയറ്റി. അത് കഴിഞ്ഞ് പിന്നെ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചു. ഒരടപ്പത്ത് ഞാൻ തൈര് ഉണ്ടാക്കാനേ ഉറയൊഴിക്കാനായിട്ട് സെപ്പറേറ്റ് പാത്രത്തിൽ പാല് കാച്ചുന്നുണ്ട്. കാരണം അതൊന്ന് ചൊവ്വിന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയാണ്. കുക്കറിൽ കാച്ചിയാലും വീണ്ടും നമ്മൾ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് നന്നായി വേവിച്ചെടുക്കണം. കാരണം ആ കുക്കറിലൊന്ന് വിസിൽ വരുമ്പം സാധാരണ നമ്മൾ പാൽ ഓഫാക്കും. അങ്ങനെ നമ്മൾ ഉറയൊഴിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ കിടക്കും. അപ്പം അതുകൊണ്ട് വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് തിളപ്പിക്കുന്നത്. പിന്നെ അത് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞ് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി ഇരിക്കണം. അന്നേരം നല്ല കട്ടി തൈരുണ്ടാക്കാം നമുക്ക്. അപ്പോൾ അരിയൊക്കെ ഒന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്, അതൊന്ന് തിളയ്ക്കാനായിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് പിന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക കൊച്ചുമോന് ഭയങ്കര പ്രൊയ്സമ്മോന് ചപ്പാത്തിക്ക് വെണ്ടയ്ക്ക മെഴുക്കോട്ടെ ഇഷ്ടം. ഇപ്പം അല്ലാതെ ബുർജി ഉണ്ടാക്കിയാൽ അത് വേണ്ട. ഇപ്പം എന്തോ പിള്ളേരാണെന്ന് എനിക്കറിയത്തില്ല, ഓരോ സമയവും അവർക്ക് ഓന്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് 1-2 സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും കൂടെ കിടന്ന് വഴന്ന് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നേരത്തേക്ക് അവന് ഇതിൻ്റെ അകത്ത് ടൊമാറ്റോ കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇഷ്ടമല്ല ടൊമാറ്റോ. അങ്ങനെ ഒന്നങ്ങാണേ ചേർക്കാമെന്ന് പറയും. അപ്പോൾ ഇന്നലെ ചോറിന് ഞാൻ ഇന്നലെ ബുർജി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ബുർജി ഉണ്ടാക്കിയുടനെ ചപ്പാത്തി വേണ്ട, ഞാൻ ഫാസ്റ്റിങ്ങാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നോ, എൻ്റെ കയ്യിൽ ചിക്കൻ അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോൺ വെജൊക്കെ ഒരു 6 മാസമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം ഞാൻ ചിക്കൻ അങ്ങനെ ആരും അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ഒരാളിങ്ങനെ അർജൻറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കിയുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ഞാൻ അധികം ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്നറിയാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ഒരു 1/4 കിലോ എടുത്ത് മാറ്റി വെച്ചിരുന്നു നമുക്കറിയാനായിട്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഡബ്ബയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു, സീലൊന്നും ചെയ്തില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസമാവട്ടെ, ഒരു കുഴപ്പമില്ല. അത് ഇന്നലെ ഞാനെടുത്ത് ഇവന് ചപ്പാത്തിക്ക് കൊടുത്തോണ്ട് എൻ്റെ അടുത്ത് എനിക്ക് എന്നും ഇങ്ങനെ മതി കേട്ടോ. ഞാൻ പറഞ്ഞു എന്നും എവിടെ ഇരിക്കുന്നടാ മോനെ അച്ചാർ നോൺ വെജ്. അവന് നാരങ്ങയൊന്നും വേണ്ട, പിന്നെ ഇരുമ്പും പുളി ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഇനി ഇതിങ്ങനെ ചെറിയ തീയിലൂടെ കിടന്ന് റെഡിയാവട്ടെ. ചെറിയ തീയിലല്ല, ഇടയ്ക്ക് ഞാൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഇനി അടുത്ത പരിപാടി നമുക്ക് പാത്രം കഴുകലാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി. പൊടികൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എന്തോ ഉണ്ടാക്കാൻ പോവാന്ന്. സാമ്പാർ ഉണ്ടാക്കാൻ പോവാം. ഞാൻ സാമ്പാർ മസാല എക്സ്ട്രാ ചേർക്കാറില്ല. ഇങ്ങനെ ഈ പൊടികൾ ഇങ്ങനെ മൂപ്പിച്ചിട്ട് ലാസ്റ്റിൽ കടുക് വറുക്കുമ്പം കായപ്പൊടി ചേർക്കും. അപ്പം നല്ല സാമ്പാറിൻ്റെ മണമാണ്. പൊടിയായിട്ട് അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളി തോമരപ്പരിപ്പ് ഇന്ന് ഞാൻ ഇച്ചിരി നേരം അങ്ങനെ ചെയ്യാറില്ല, അന്നേരം തന്നെ കഴുകി അങ്ങ് ഇടുക. ഇന്ന് ചിന്തിച്ചൊന്ന് കുറച്ച് ഓർത്തത് കൊണ്ട് ഇച്ചിരി നേരം ഈ ജോലികളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചേക്കുമായിരുന്നു. കുതിർത്തിട്ടാണ് ചേർത്തത്. പിന്നെ പുളി ഞാൻ പറഞ്ഞില്ല, ഈ പുളി നന്നായി വെള്ളത്തിൽ വെച്ച് അരിച്ചെടുക്കണം. അതിൻ്റെ അകത്ത് അടിയിൽ മണ്ണുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പുളിവെള്ളവും ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച്, മുരിങ്ങയ്ക്ക ഞാൻ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കും. കുക്കറിൽ അങ്ങനെ അടിക്കാറില്ല. അങ്ങനെ ആണെങ്കിൽ മൊത്തം അങ്ങ് അരന്ന് പോത്തില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടപ്പത്ത് വെക്കട്ടെ. സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ദോശയ്ക്കോ ഇഡലിക്കോ കറി വേറെ ഉണ്ടാക്കണ്ടല്ലേ, ഇതെടുക്കാം. ആ ഒരു രീതിക്കാണ് നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്നത്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ രാവിലെ തിളപ്പിച്ച് വെച്ച് ഇത്രയും ഉണ്ടായിരുന്നു മീൻകറി. മോരുകറി ഉണ്ട് ഉച്ചയ്ക്ക്. പിന്നെ ഇനി സാമ്പാറൂടെ ആകുമ്പോൾ ഉണ്ട്. മോരുകറി ഇരിപ്പുണ്ട്. മോന് പിന്നെ അതില്ലാത്ത ഒരു സംഭവം ഇല്ലല്ലേ.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇച്ചിരിയെങ്കിലും ഇഷ്ടമായെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങളെയും കൊണ്ട് എനിക്ക് അത്രയൊക്കെ ഉപകാരം ഉണ്ടാവും. അപ്പം സാമ്പാറൊക്കെ ഞാനൊന്ന് കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുകൂടെ വറുത്തി ചേർത്താൽ മതി. ഇപ്പം വെള്ളം വേണമെങ്കിൽ ഇനി ഞാൻ ചൂടുവെള്ളമേ ഒഴിക്കത്തുള്ളൂ, പച്ചവെള്ളം ഒഴിക്കാറില്ല. അപ്പം ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം വരും, കാരണം ഇത് കുറേയും കൂടെ തണുക്കുമ്പോൾ അങ്ങ് കുറുകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.